ഇന്നത്തേത് ഒരു ഫുൾ കോഴി ഗ്രിൽഡാണ് കേട്ടോ. അപ്പോൾ ഹലോ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഞാനല്ല, സന്ദീപേട്ടനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ റെഡി ആയോ എന്നുള്ളത് നോക്കാം. ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാർട്ട് 2 ഒന്ന് കേൾക്കാം. വേറെ ഒന്നുമല്ല, നമ്മുടെ സിംബക്കുട്ടൻ സ്റ്റോറി പാർട്ട് 2ൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 2023 ഓഗസ്റ്റിലാണ് സിംബേനെ വാങ്ങിക്കുന്നത്. അതിനുള്ള മെയിൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്ദീപേട്ടനും ഞുന്നു ഒരിക്കൽ ഷിറ്റ്സു എന്ന് പറഞ്ഞ ഒരു ബ്രീഡിനെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കാണുകയും ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ എന്തോ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നുമല്ലോ, ഇത് നമുക്കൊന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുകയും പിന്നെ ഞങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ കൺവിൻസ് ചെയ്യിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് ഈ ബോക്സിൻ്റെ അടുത്തൊന്നും വലിയ അറ്റാച്ച്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുഞ്ഞു ബ്രീഡ്സിനെ കാണുമ്പോൾ എടുത്തു പോവും ഒക്കെ അങ്ങനെ ചെയ്യുന്നുള്ള എനിക്ക് ഭയങ്കര പേടിയുമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചൊരു വൃത്തി കാര്യങ്ങളെല്ലാം കുറച്ച് ഒരു കൂടുതലായതുകൊണ്ട് സ്മെല്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വിചാരം ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെയാണ്. കാരണം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഞാൻ കൺവിൻസ് ആയതിനു ശേഷം ഒരുപാട് സ്ഥലത്ത് പോയി നോക്കുകയും പക്ഷെ അതൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്താ അറിയില്ല, എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെ. പക്ഷേ എനിക്ക് ഇഷ്ടം തോന്നിയില്ല. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് 3 പേർക്കും ഒരേപോലെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവസാനം ട്രിവാൻഡ്രത്ത് നിന്നാണ് സിംബക്കുട്ടനെ വാങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അവൻ വീട്ടിൽ വന്ന ഒരു വീഡിയോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ചെറിയൊരു ഇതിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പം അത്രയും കുഞ്ഞതായിരുന്നു. പക്ഷേ പിന്നീട് ഈ ഷിറ്റ്സു എന്ന് പറഞ്ഞ ബ്രീഡ് ഒരുപാട് ഹൈറ്റൊന്നും വെക്കില്ല. വാങ്ങിച്ച് ഫ്ലാറ്റിൽ എത്തിയ ടൈമിൽ ഞങ്ങൾക്കൊന്നും അറിയണ്ടായിരുന്നില്ല. പല ഫ്രണ്ട്സും പലത് പറഞ്ഞു. പിന്നെ ഒരു ഫ്രണ്ട് മാത്രമാണ് ഇങ്ങനെ കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ പല വീഡിയോസും ഇതെല്ലാം കണ്ടു. പക്ഷേ അതൊന്നും അങ്ങോട്ട് റെഡി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പഠിച്ചു വരുമല്ലോ. നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഒരാളാണ്. ഫസ്റ്റ് ചൈൽഡിനെ നമ്മൾ എങ്ങനെയാണ് ഓരോ സീറോ ഒന്ന് കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് ആ ഒരു പ്രോബ്ലം അല്ലല്ലോ. അതേമാതിരി തന്നെയാണ് സിംബുക്കുട്ടൻ്റെ ആദ്യത്തെ അവൻ വന്ന് 0 മുതലാണ് നോക്കി പഠിച്ചത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ അന്ന് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.